പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് അറിയണ്ടേ എന്റെ? അപ്പൊ പറയാട്ടോ. അതിനു മുന്നേ ഇതാ ഇന്നിപ്പോ ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. ഭൂരിക്ക് ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സബോള ഒക്കെ ഇടാണ്. ഇട്ടിട്ടെ ഇന്നിപ്പോ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ. ഒക്കെ പറയാ. ഇത് ആദ്യം എടുത്തിട്ട് ഇന്നിപ്പോ കുറച്ച് നേരം വഴുകി. കുക്കറിൽ വെച്ച പിന്നെ ഒരു കൊഴുപ്പ് കിട്ടും. നമ്മള് അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോ അങ്ങനെ കൊഴുപ്പ് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കി വെക്കുന്നത്. പച്ചമുളക് ഞാനിപ്പോ ഇടില്ല കേട്ടോ. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പച്ചമുളകല്ലേ, അപ്പൊ അതിന്റെ കുരുവൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കറി മുഴുവനും കുരുവാകും. അപ്പൊ പിന്നെ പച്ചമുളക് ഞാൻ ഇതൊക്കെ വെന്തതിന് ശേഷമാണ് ഇടുക. അപ്പൊ അതങ്ങനെ ആവട്ടെ. അപ്പൊ പൂരിക്ക് കണ്ടില്ലേ, മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് ഇതാ ചെറിയ ചെറിയ ഉണ്ടയാക്കി വെച്ചിരിക്കുക. ചെറിയ ചെറിയ പൂരി ഉണ്ടാക്കുക. കാരണം വലുതാകുമ്പോ ഒരുപാട് എണ്ണ ഒഴിക്കണ്ടേ. പിന്നെ ആ എണ്ണ നമ്മൾ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനത്തെ പൂരിയാണ് ഉണ്ടാക്കുക. അതിനിവിടെ എന്താ ഈ ലൈൻ പൈപ്പിൽ വരുന്ന വെള്ളമാണ്, കുഴൽ കിണറല്ല. അപ്പൊ അവിടെ ഇവിടെ പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ കുഴല് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തന്നെയാണ് പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു. അതിപ്പോ ഇനി നേരാക്കി വരുമ്പോഴേക്കും എന്തായാലും 2-3 ദിവസം പിടിക്കും. എനിക്കാണെങ്കിലേ വെള്ളം ഇല്ലാന്ന് പറഞ്ഞാ ഭയങ്കര വിഷമാണ്. അല്ല എന്താ എന്നിട്ടും പറയുന്ന ചെയ്യട്ടോ പോനോട്, ഇത് വെള്ളം ഇല്ലട്ടോ, ആകെ പ്രഷറായിട്ടാണ് നടക്കുന്നത് പറയും. എനിക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പോക്ക. എനിക്ക് നല്ല വെള്ളം വേണം കാര്യങ്ങൾ ചെയ്യാൻ. നമ്മള് കുളിക്കലും തിരുമ്പലും ബാത്റൂം കഴിയില്ല, എന്തൊക്കെ പണിയുണ്ടല്ലേ രാവിലെ. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെ. പിന്നെന്താ വിശേഷങ്ങള്? പിന്നെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ ഈ മഴ പെയ്യുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ വിശേഷങ്ങളല്ലേ. ഒരു വിശേഷമില്ല. തുണി ഉണക്കാൻ എടുത്തു വെക്കുക. ഇന്നലെ ഞാനൊരു 5 പ്രാവശ്യം തുണികൾ കൊണ്ടായിട്ട് ഇടുക, പിന്നെ മഴ വരിക, ഇങ്ങോട്ട് വരും, കൊടന്ന് വെക്കുക. ഇതന്നെ എനിക്ക് അന്ത്യാവോളം പണി. സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഒരു ലേശം കിടക്കാൻ പോലും നേരമില്ല ഈ തുണികൾ കാരണം. ഈ മഴയാണെങ്കിൽ നല്ല മഴ പെയ്യുന്നത്. ഓരോരോ മഴയ്ക്ക് എന്താ വെള്ളച്ചിട്ടാ. പിന്നെ എന്താ പറയാ, ഇനിയിപ്പൊ ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഇന്നലെ ഞാന് വെറുതെ ഒന്ന് തമാശക്ക് നന്ദേട്ടനോട് ചോദിച്ചതാട്ടോ. നന്ദേട്ടാ, നാളെ നമുക്ക് ഭൂരി ഉണ്ടാക്കി. ഞങ്ങള് ഭൂരി അധികം ഉണ്ടാക്കല്ലേ, എണ്ണ മെഴുക്കല്ലേന്ന് വിചാരിച്ചിട്ട്. ഒരു മോന് അത്ര ഇഷ്ടല്ല ഭൂരി. ഞാന് വെറുതെ ഒന്ന് നന്ദേട്ടനോട് ചോദിച്ചു, നന്ദേട്ടൻ നാളെ നമുക്ക് ഭൂരി ഉണ്ടാക്കിയാലോ? അപ്പൊ നന്ദേട്ടൻ റെഡി. നന്ദേട്ടൻ നല്ല ഇഷ്ടമാണ് ഭൂരി. ആൾക്ക് ഭൂരി ഇടയ്ക്ക് ഉണ്ടാക്കാനൊക്കെ പറയുന്നേരം എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും. അധികം എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ഉണ്ടാക്കലില്ല. കാരണം എന്താ പറയാ, നമ്മള് ഞാൻ വേണ്ട എന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ നന്ദേട്ടാ? ഇന്നാണെങ്കിൽ നടക്കാനും പോയിട്ടില്ല. ഇന്നിപ്പൊ ഞാൻ നടക്കാൻ വേണ്ടിട്ട് 6 മണിക്ക് ഗ്രീൻ ടീ ഒക്കെ വെച്ചിട്ട് വിളിച്ചു വളരെ. നന്ദേട്ടൻ പറയും ഇന്ന് വയ്യടി, ഇന്ന് നടക്കാനില്ലാന്ന്. നീരിറങ്ങിയിട്ടൊരു ചങ്കുവേദന എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്ന് നടക്കാനും പോയിട്ടില്ല. നടക്കാൻ വരാഞ്ഞാലും അതെ, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. ഞാൻ എത്ര ദിവസം അതിനോട് പിണങ്ങി നടന്നിരിക്കുന്ന നടക്കാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. എത്ര ദിവസം എന്നിട്ട് ഒരാഴ്ച. ഒരാഴ്ചക്ക് ഞാൻ എന്നോട് പിണങ്ങി നടക്കാൻ വന്നിട്ടില്ലെങ്കിൽ. എനിക്ക് ആൾക്ക് വയ്യാഞ്ഞിട്ടാവോ, പക്ഷെ എനിക്ക് അതൊന്നും പറഞ്ഞാണ്ട് ഉൾക്കൊള്ളില്ല. എന്താ നടക്കാൻ വരാണ്ട് വന്നിട്ട് കിടന്നുറങ്ങുന്നെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിണങ്ങി നടക്കും. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. പിന്നെ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ഇടുക. എനിക്ക് വീഡിയോനും എന്താ ഷോർട്സ് ഒക്കെ ഭയങ്കര കമന്റ് ഒക്കെ കമ്മിയാട്ടോ. പിന്നെ അറിയണവര് മാത്രം 2-3 ആൾക്കാരാ ഇടുന്നുള്ളൂ. അപ്പൊ എന്താ കമന്റ് ഒക്കെ വായിക്കാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ കമന്റ് ഒക്കെ ഒന്ന് ഇടുക വീഡിയോ കാണുന്നവര് കേട്ടോ. അപ്പൊ ഭൂരി ഉണ്ടാക്കട്ടെ. നന്ദേട്ടന് എത്ര ഭൂരി വേണം നന്ദേട്ടാ? എന്നിട്ട് വെറുതെ പറയട്ടോ 10 ഭൂരി എന്നൊക്കെ. ആള് ഒരു 4 കുഞ്ഞു ഭൂരിയാണ്. അപ്പൊ അത് 10 എന്നൊക്കെ പറയുമ്പോ നിങ്ങക്ക് ഊഹിക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത്. ചപ്പാത്തി അല്ല, ഭൂരി ഉണ്ടാക്കട്ടെ. ഷെയ്പ്പ് ഒന്നും ആവില്ല കേട്ടോ. ഞാൻ പിന്നെ മുറിക്കാനൊന്നും നിക്കില്ല, കാരണം നമ്മൾ തന്നെയല്ലേ കഴിക്കാനുള്ളൂ. റൗണ്ട് ഒന്നും ആവില്ല. പഠിക്കുന്ന സമയത്ത് ഒരു കാക്കയെ പോലും ശരിക്കും വരയ്ക്കാൻ അറിയാത്ത ആളാ. പിന്നെ ഇങ്ങനെ ഇത് റൗണ്ട് ആക്കുന്നത്. റൗണ്ട് ആവുമൊന്നുമില്ല, ഇങ്ങനെ തന്നെ.
വിസിലടിച്ച് 2-3 വിസിലാവണം. ഉരുളക്കിഴങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ ചില കിഴങ്ങൊന്നും വേവില്ല. അപ്പൊ ഇതാ ഭൂരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാ 2-3-5 ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭൂരി ഉണ്ടാക്കുമ്പോ എപ്പോഴും ഞാൻ ഈ ചീഞ്ചട്ടിയായിട്ട് എടുക്കുക. വേറെ ചീഞ്ചട്ടി ഉണ്ട് ഇരുമ്പില്ല, അത് എടുക്കലില്ല. അത് എണ്ണ പലഹാരം ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു നല്ല ഇരുമ്പിന്റെ ഒരു ചീഞ്ചട്ടി, രണ്ട് തൊക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തൊക്ക് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് വാർപ്പ് എന്നൊക്കെ പറയും. അതല്ല അത്, ഇത് ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ഉള്ളതാ തോന്നുന്നുണ്ട്. അതില് നമ്മള് എണ്ണ പലഹാരം അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ കാബേജ് ഉപ്പേരി, പിന്നെ പുളിയുള്ള സാധനങ്ങൾ ഒന്നും ആ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഞാന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും അതങ്ങ് കറുത്ത കളറാവായിരുന്നു. അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായി. ഇരുമ്പിന്റെ എന്തോ കിളർപ്പ് വരിക എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കൽ നിർത്തി. ഇപ്പൊ ഞാൻ അലുമിനിയത്തിന്റെ തന്നെ ഉപയോഗിക്കാം. എന്താ അപ്പൊ ഭൂരി, എണ്ണ പലഹാരം, പപ്പടം കാച്ചൊക്കെ ചെയ്യില്ല, അപ്പൊ ഈ ചീഞ്ചട്ടിയാണ് എടുക്കുക. അപ്പൊ ഭൂരി പിന്നെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അത് വറുത്തിട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല. ഇതിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ എന്താ പറയാ ഊറിയിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ കിട്ടില്ല മുകളിൽ, പൊടിയൊക്കെ ഊറി കഴിഞ്ഞു. ആ എണ്ണ ഇട്ടിട്ട് വേണം അത് വറുത്തിടാനും. പിന്നെ ഈ പച്ചമുളക് വാട്ടിയിട്ട് ഇടും വേണം. കറിയിൽ തന്നെ ഇട്ട് എന്താ അറിയോ, വലിയ പച്ചമുളകല്ലേ, അപ്പൊ അതിന്റെ കുരുവൊക്കെ അതിലാണ്ട് ഇതാവും. അപ്പൊ എന്തോ പോലെ തോന്നുള്ളൂ. പിന്നെ എന്താ, ഞങ്ങള് വാങ്ങിക്കുന്ന ചായപ്പൊടിയാണ് കേട്ടോ, വീട്ടിടെ ആണ്. നന്ദേട്ടന് ആദ്യം തൃശ്ശൂരിന്ന് ഹോൾസെയിൽ കടയിൽ നിന്നാണ് ചായപ്പൊടി വാങ്ങിട്ട് വരാറ്. പിന്നെ ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ചത് നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ, അത് വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഇത് 1/2 കിലോന്റെ വാങ്ങാം. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള്. ഞങ്ങളുടെ ഒപ്പം പൂരി മസാലയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് പൂരി മസാല കഴിക്കാം കേട്ടോ. പിന്നെ അപ്പൊ വീണ്ടും ചെറിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ടാറ്റാ.